എന്ന് പറയുന്ന സാധനം അത്ര കണ്ട് വർക്കായിട്ടില്ല. അവസാനം ഇത് ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സുരാജിന്റെ ക്യാരക്ടർ, ശങ്കുണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രത്യേകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ എത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നീട് ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് കണ്ട സമയത്ത് ഒരു സ്ഥലത്ത് സറ്റയറും പറയുന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് മെയിലീഗോയും പറയുന്നുണ്ട്. പക്ഷേ ഈ സറ്റയറും അത്ര കണ്ട് വർക്കായിട്ടില്ല, മെയിലീഗോയും അത്ര കണ്ട് വർക്കായിട്ടില്ല. ഒരു ഗ്രിപ്പില്ലാത്ത രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ഫ്ലോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത്ര കണ്ട് ഫ്ലോയിൽ പോകുന്നൊരു സ്റ്റോറി ഒന്നല്ല. എവിടേക്കോ എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ചില തടസ്സങ്ങളൊക്കെ ഉള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ബോറടിപ്പിക്കില്ല. ഇന്റർവെല്ലിൽ വരെ നല്ല അടിപൊളിയായിട്ട് പോകും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒന്ന് ലാഗേഴ്സ് നമ്മൾ ഇരിക്കേണ്ടി വരും. ആസ് എ ഹോൾ ഇതൊരു സറ്റയറുമാണ്. അത്ര തന്നെ ഈ മെയിലീഗോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പടം കൂടിയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പടത്തിന്റെ BGM അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെ പാട്ടും നല്ല സൂപ്പറായിരുന്നു. നടന്മാരുടെ, അതായത് ആക്ടേഴ്സിന്റെ, വിനായകന്റെ ആണെങ്കിലും സുരാജിന്റെ ആണെങ്കിലും പെർഫോമൻസും അത്യാവശ്യം ഗംഭീരം തന്നെയായിരുന്നു. സോ ഇതാണ് തെക്ക്